എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ദാ ഞാൻ വേറൊരു റെസിപ്പിയുമായിട്ട് എത്തിയിരിക്കുന്നു. ഇന്നത്തെ റെസിപ്പി നല്ല നാടൻ മോരുകറിയാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് നമുക്ക് പോയാലോ? അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ മോരുകറിക്ക് ഇവിടെ എടുത്തേക്കുന്നത് ഗ്രീക്ക് യോഗർട്ടാണ്. ഒരു 4-5 ടേബിൾ സ്പൂൺ തൈര് ഞാൻ ഒരു ജാറിലോട്ട് എടുത്തു. അതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നമ്മുടെ മിക്സിയിലൊന്ന് ബ്ലെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ മിക്സി ജാറിൽ അത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തു. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് കടുക് വറുക്കാൻ വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു പച്ചമുളകുമാണ്. അപ്പം ഒരു 4-5 കുഞ്ഞുള്ളിയെ ചോപ്പ് ചെയ്തതും ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളക്, കുറച്ച് മോരെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മുടെ പാൻ അടുപ്പത്ത് വെച്ച് നമ്മൾ പാനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി പാൻ ഒന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, ഞാൻ എൻ്റെ ഒരു മനക്കണക്കുള്ളതുകൊണ്ട് ഞാൻ അതിനനുസരിച്ചാണ് ഒഴിക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം ഉണ്ടാകും കോക്കനട്ട് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ആ ഓയിലൊന്ന് ചൂടാകുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. ചൂടായതിന് ശേഷം അതിലേക്ക് നമ്മൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കണം, കടുക് പൊട്ടിക്കാനായിട്ട്. അപ്പം ഈ കടുക് ഞാൻ ഇടാൻ പോവുകയാണ്. ആ കടുകൊന്ന് പൊട്ടാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറുജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ അതിനകത്ത് ആ എണ്ണയിൽ കിടന്നൊന്ന് കടുക് പൊട്ടാൻ തുടങ്ങും. അപ്പോഴത്തേക്ക് നമ്മൾ ആ നേരത്തെ ഞാൻ അരിഞ്ഞു വെച്ച ഒരു പച്ചമുളകും അതിൻ്റെ കൂടെ ഒരു വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അധികം എരിയില്ലാതെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ മുളക് പൊടി ലേറ്റ് ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ എല്ലാം കൂടെ ഒത്തിരി എരി വരത്തില്ല. ബാലൻസായി പോകാൻ വേണ്ടിയാണ് ഒരു പച്ചമുളകും ഒരു വറ്റൽ മുളകും ഇട്ടത്. ഇതൊന്ന് മൂക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് ഇളക്കുമ്പോൾ ഒരു നല്ല മണം വരുന്നുണ്ട്. അത് നന്നായിട്ട് വാടി വരുന്നൊരു മണം, നല്ലൊരു മണം കേട്ടോ. അപ്പോൾ ആർക്കൊക്കെ ഇത് ഇഷ്ടപ്പെടുന്നതെന്ന് പറയണേ. ആ ഒരു വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒരു വാടുന്നതിൻ്റെ ഒരു മണം അതൊന്ന് ചെറുതായിട്ടൊന്ന് മൂത്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ ചെറിയുള്ളി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു 3-4 കഷ്ണം ചെറിയുള്ളി ഞാൻ അരിഞ്ഞെടുക്കുകയാണ്. അതുകൊണ്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മുടെ കടുക് വറുക്കാനുള്ള മെയിൻ സാധനങ്ങളെല്ലാം നമ്മൾ ചേർത്ത് നന്നായിട്ടൊന്ന് കടുക് വറുത്ത് എടുക്കണം. ഇതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ പൊടികൾ ഇതിനകത്ത് ചേർക്കാനുള്ള അത്യാവശ്യം പൊടികളെല്ലാം ചേർക്കാൻ പോകുന്നത്. ഇപ്പം കണ്ടോ, നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. ഞാൻ ചേർക്കുന്നത് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാര്യം ഞങ്ങൾക്ക് കൂടുതൽ ആ മഞ്ഞ കളർ മുമ്പ് നിൽക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി മുളക് പൊടിയാണ്, അപ്പോൾ അധികം എരിയും കാണില്ല. അപ്പോൾ അതുകൂടെ ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ നമ്മളിട്ട് മുളക് പൊടി ഒന്ന് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയും ആ ഒരു മോരൊഴിക്കുമ്പോഴത്തേക്ക് ആ ചൂടൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഇച്ചിരി ചൂട് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മോരുകറിക്ക് നമ്മളെപ്പോഴും ഒന്നെങ്കിൽ ഈ കടുക് വറുക്കുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ മോര് ആറിയതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർക്കാവുള്ളൂ എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഞാനൊരു 2 ടീസ്പൂൺ ഉപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇളക്കിയതിന് ശേഷം നമ്മുടെ തീ കുറച്ചിട്ട് നമ്മുടെ ഉടച്ച് വെച്ച മോര് ഞാൻ അതിലേക്ക് ചേർക്കുകയാണ്. അത് കഴിഞ്ഞ് പാത്രം കഴുകി ഒന്ന് കറക്കിയെടുത്ത് കുറച്ചുകൂടെ വെള്ളവും കൂടെ ഞാൻ എക്സ്ട്രാ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ നല്ല കുറുകിയ മോരിൻ്റെ പരുവത്തിൽ ആകത്തക്ക രീതിയിലാണ് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിന് ശേഷം നമ്മൾ നല്ലോണം കൈയെടുക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം മോര്. കാരണം നമ്മൾ ചൂട് കൂടിപ്പോയി കഴിഞ്ഞാൽ വേഗം മോര് പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇത് മോരായോ എന്നുള്ള പരുവം ഞാൻ എപ്പോഴും നോക്കുന്നത് കണ്ടോ, ഇങ്ങനെ കറിവേപ്പിലയും നമ്മൾ അതിനകത്ത് കടുക് വറുത്ത സാധനങ്ങൾ മോരിൻ്റെ മണ്ടയ്ക്ക് നന്നായിട്ട് പൊങ്ങി വരികയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്പൂണയിൽ നമുക്ക് നോക്കിയാലായിട്ട് ആവി വരുന്നൊരു പരുവുണ്ട്. ആ ആവി വരുന്ന പരുവാകുമ്പോൾ നമുക്ക് മനസ്സിലാവും മോരുകറി റെഡിയായി. ഓഫ് ചെയ്യണം, കാര്യം ഇനി അത് അടുപ്പിലിരുന്ന് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ മോരുകറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ വേഗം തന്നെ അടുപ്പിൽ നിന്ന് മാറ്റി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ മോരുകറി. നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കുഞ്ഞുങ്ങൾക്കൊക്കെ എരിയില്ലാത്തതുകൊണ്ട് ചോറിൻ്റെ കൂടെയൊക്കെ ഒഴിച്ച് കൊടുക്കാനായിട്ട് നല്ല ടേസ്റ്റായിരിക്കും.
ഓക്കെ, അപ്പോൾ എൻ്റെ റെസിപ്പി നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.